രാവിലെ അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം കേട്ടാണ് ശ്രുതിയുടെ ദിവസം തുടങ്ങുന്നത്. ജനാലയിലൂടെ വരുന്ന വെയിലിന് പോലും പഴയ തെളിച്ചമില്ലെന്ന് അവൾക്ക് തോന്നി. ഗ്യാസ് സ്റ്റൗവിൽ പാലപ്പം വേവുന്ന മണം അടുക്കളയിൽ ആകെ പരന്നു. രാഹുലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പാലപ്പവും ചിക്കൻ സ്റ്റൂവും. പണ്ട് ഞായറാഴ്ചകളിൽ ഈ മണം വരുമ്പോൾ അവൻ പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിച്ച് ഇന്നെന്റെ കുട്ടി എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമായിരുന്നു. ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണർന്ന് അവൾ സ്റ്റൂ ഒരു പാത്രത്തിലേക്ക് പകർന്നു. ഡൈനിങ് ടേബിളിൽ രാഹുൽ ഇരിപ്പുണ്ട്. കയ്യിലൊരു പത്രമുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ എങ്ങോട്ടോ തുറിച്ചു നോക്കുകയാണ്. മുഖത്ത് ആ പഴയ ചിരിയില്ല. പകരം കടുത്ത നിസ്സഹായതയും ദേഷ്യവും മാത്രം. കഴിക്കാനെടുക്കട്ടെ? അവൾ ഭയത്തോടെ ചോദിച്ചു. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. ശ്രുതി ആവി പറക്കുന്ന പാലപ്പവും സ്റ്റൂവും അവന്റെ മുന്നിൽ വെച്ചു. അവൻ ഒരു കഷ്ണം വായിലേക്ക് വെച്ചു. പെട്ടെന്ന് അവന്റെ മുഖം മാറി. ഇതെന്താ വെള്ളം പോലെ? നിനക്ക് ഇത്ര നാളായിട്ടും മര്യാദയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ലേ? അവൻ പാത്രം തട്ടി മാറ്റി. സ്റ്റൂ മേശപ്പുറത്താകെ ചിതറി വീണു. ശ്രുതി ഞെട്ടലോടെ നിന്നുപോയി. ഇത് ഏട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ ശബ്ദമിടറി. എനിക്കൊന്നും വേണ്ട, നിന്റെ ഈ സ്നേഹപ്രകടനമൊന്നും എനിക്ക് കാണണ്ട. അവൻ കസേര പിന്നിലേക്ക് തള്ളി മാറ്റി എഴുന്നേറ്റു. അവൻ നടന്നു പോകുന്നത് നോക്കി അവൾ നിന്നു. കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. ആരാണ് ഈ മനുഷ്യൻ? താൻ പ്രണയിച്ചു വിവാഹം കഴിച്ച, തന്നെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന രാഹുൽ എവിടെ? കഴിഞ്ഞ 6 മാസമായി ഈ വീട്ടിൽ നടക്കുന്നത് നരകയാതനയാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അവൾ ആ ചിതറിയ ഭക്ഷണം വാരിയെടുത്തു. രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് രാഹുലിന്റെ ഒച്ചയായിരുന്നു. കിടപ്പുമുറിയിൽ വീണ്ടും വഴക്ക് തുടങ്ങിയിരുന്നു. നീ ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്നാൽ പോരെ ശ്രുതി. നിനക്ക് സ്വന്തമായി ഒരു വരുമാനം വേണം. ഞാൻ എപ്പോഴും നിന്നെ നോക്കാനുണ്ടാകില്ല. രാഹുൽ അലമാരയിൽ നിന്ന് തുണികൾ വലിച്ചു വാരി ഇട്ടുകൊണ്ട് പറഞ്ഞു. ഏട്ടാ, എനിക്ക് ജോലിക്കൊന്നും പോകണ്ട. നമുക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരെ? എന്താ ഏട്ടന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. ആ കണ്ണുകളിൽ വല്ലാത്തൊരു ക്രൂരത നിഴലിച്ചിരുന്നു. എനിക്ക് മടുത്തു. നിന്റെ ഈ ഒട്ടിപ്പിടിച്ചുള്ള സ്നേഹം എനിക്ക് ശ്വാസം മുട്ടുന്നു. എനിക്ക് സ്വാതന്ത്ര്യം വേണം. നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ പഠിക്ക്. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കുന്തം പോലെ തറച്ചു കയറി. എന്നെ ഒഴിവാക്കാനാണോ ഏട്ടൻ ശ്രമിക്കുന്നത്? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കാതെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവന്റെ കൈകൾ മുറുകുന്നത് അവൾ കണ്ടില്ല. അതെ, അവൻ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. നമ്മൾ തമ്മിൽ ഇനി ശരിയാകില്ല. നീ നിന്റെ വഴി നോക്കുന്നതാണ് നല്ലത്. ശ്രുതി ആകെ തകർന്നുപോയി. ഇനിയും പിടിച്ചു നിൽക്കാൻ തനിക്കാവില്ലെന്ന് അവൾക്ക് തോന്നി. സ്നേഹം വെറുപ്പായി മാറിയെങ്കിൽ പിന്നെ എന്തിന് ഇങ്ങനെയൊരു ജീവിതം? അന്ന് രാത്രി അവൾ ഉറങ്ങിയില്ല. ഡിവോഴ്സ് എന്ന വാക്ക് ആദ്യമായി അവളുടെ മനസ്സിന്റെ കോണിൽ ഒരു കറുത്ത പൊട്ടുപോലെ തെളിഞ്ഞു വന്നു. വക്കീലിന്റെ ഓഫീസിൽ നിന്നും കിട്ടിയ കവറുമായി ശ്രുതി വീട്ടിലെത്തി. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹാളിൽ സോഫയിൽ രാഹുൽ ഇരിപ്പുണ്ട്. TV ഓണാണെങ്കിലും അവൻ അത് കാണുന്നില്ല. ഇന്നാ അവൾ ആ കവർ ടീപ്പോയിലേക്ക് നീക്കി വെച്ചു. രാഹുൽ അത് തുറന്നു നോക്കി. വിവാഹമോചന ഹർജി. അവന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും കണ്ടില്ല. പക്ഷെ ആഴത്തിലൊന്ന് ശ്വാസം വലിക്കുന്നത് അവൾ കണ്ടു. നല്ലത്, എത്രയും വേഗം ഇത് നടക്കണം, അവൻ പറഞ്ഞു. അവൻ പോക്കറ്റിൽ നിന്ന് പേനയെടുത്തു. ശ്രുതി ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ഒപ്പിടാൻ തുടങ്ങുമ്പോൾ അവന്റെ കൈ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. പേന പേപ്പറിൽ കുത്തി നിന്നു. എന്തു പറ്റി? അവൾ അറിയാതെ ചോദിച്ചു. ഒന്നുമില്ല. അവൻ പെട്ടെന്ന് പേന മുറുക്കി പിടിച്ചു. കൈവിറയിൽ മറയ്ക്കാൻ അവൻ പാടുപെടുന്നത് പോലെ വളഞ്ഞും തിരിഞ്ഞും അവൻ ആ ഒപ്പിട്ടു. പേന മേശപ്പുറത്തേക്ക് എറിഞ്ഞു. ഇതോടെ തീർന്നല്ലോ, എനിക്ക് സമാധാനമായി, അവൻ പറഞ്ഞു. പക്ഷെ ആ ശബ്ദത്തിൽ സമാധാനമില്ലായിരുന്നു. ഒരുതരം തളർച്ചയായിരുന്നു. അവൻ വേഗത്തിൽ റൂമിലേക്ക് നടന്നു. വാതിലടയുന്ന ശബ്ദം ആ വീടിന്റെ മൗനത്തെ കീറി മുറിച്ചു. റൂമിനകത്ത് രാഹുൽ നെഞ്ചിൽ കൈവച്ച് കിതയ്ക്കുന്നുണ്ടായിരുന്നു. കുടുംബ കോടതിയുടെ വരാന്ത. ആളുകൾ പലയിടത്തായി കൂട്ടം കൂടി നിൽക്കുന്നു. ശ്രുതിയും രാഹുലും അല്പം അകലത്തിലായി നിന്നു. രാഹുൽ വല്ലാതെ ക്ഷീണിച്ചതായി ശ്രുതിക്ക് തോന്നി. കണ്ണിന് താഴെ കറുപ്പ് പടർന്നിരിക്കുന്നു. ഷർട്ടിന്റെ ബട്ടൺ തെറ്റായാണ് ഇട്ടിരിക്കുന്നത്. പണ്ടൊരിക്കലും രാഹുൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു. പേര് വിളിച്ചപ്പോൾ അവർ ജഡ്ജിയുടെ മുന്നിലെത്തി. നിങ്ങൾക്ക് ഒത്തുപോകാൻ ഒട്ടും സാധ്യതയില്ലേ? ജഡ്ജി ചോദിച്ചു. ഇല്ല, രാഹുൽ കടുപ്പിച്ചു പറഞ്ഞു. എനിക്ക് ഇവളോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. ശ്രുതി തലകുനിച്ചു നിന്നു. കണ്ണുനീർ വീഴാതിരിക്കാൻ അവൾ പാടുപെട്ടു. പെട്ടെന്ന് രാഹുലിന്റെ സംസാരം നിന്നു.
അവൻ ചുറ്റും അമ്പരപ്പോടെ നോക്കി. താൻ എവിടെയാണെന്നോ മുന്നിലിരിക്കുന്നത് ആരാണെന്നോ പെട്ടെന്ന് മറയുന്നത് പോലെ. എനിക്ക് അവൻ വാക്കുകൾക്ക് വേണ്ടി പരതി. അവൻ നെറ്റിയിൽ കൈവച്ചു. ശരീരം വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. രാഹുൽ, ജഡ്ജി വിളിച്ചു. അവൻ ശ്രുതിയെ നോക്കി. ആ നോട്ടത്തിൽ പഴയ രാഹുൽ ഉണ്ടായിരുന്നു. ഭയചകിതനായ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ വിളിച്ചു, ശ്രുതി. അടുത്ത നിമിഷം അവൻ കുഴഞ്ഞു വീണു. എല്ലാ പിണക്കവും മറന്ന് ശ്രുതി നിലവിളിച്ചുകൊണ്ട് അവനിലേക്ക് ഓടിയെത്തുമ്പോൾ കോടതി മുറി നിശബ്ദമായിരുന്നു. ആശുപത്രിയിലെ ICUവിന് പുറത്ത് സമയം ഇഴഞ്ഞു നീങ്ങി. വെളുത്ത പെയിന്റടിച്ച ചുവരുകൾക്ക് മരുന്നിന്റെ മണമായിരുന്നു. ശ്രുതി കരഞ്ഞു തളർന്ന് കസേരയിലിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. ശ്രുതി ചാടി എഴുന്നേറ്റു. രാഹുലിന്റെ ഭാര്യയാണോ? അതെ ഡോക്ടർ. എന്താ കുഴപ്പം? BP കൂടിയതാണോ? ഡോക്ടർ തന്റെ കണ്ണട ഊരി കയ്യിലേക്ക് പിടിച്ചു. അല്ല, രാഹുലിന് എയർലി ഓൺസെറ്റ് അൽഷിമേഴ്സ് ആണ്. ഇത് പ്രായമായവർക്ക് വരുന്ന സാധാരണ മറവിയല്ല. തലച്ചോറിലെ കോശങ്ങൾ വളരെ വേഗത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്ക് തലയിൽ ഇടിവെട്ടേറ്റതുപോലെ തോന്നി. അൽഷിമേഴ്സോ? പക്ഷെ രാഹുലിന് 32 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് പാരമ്പര്യമായി വരാം. രാഹുൽ ഇത് നേരത്തെ അറിഞ്ഞിരുന്നു. കഴിഞ്ഞ 1 വർഷമായി എൻ്റെ അടുത്ത് അവൻ ചികിത്സയിലായിരുന്നു. മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളോട് അത് പറഞ്ഞിട്ടില്ലേ? ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെ ശ്രുതിക്ക് തോന്നി. ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാകും. ഓർമ്മകൾ മാഞ്ഞു പോകുന്ന അവസ്ഥയാണ്. സ്വന്തം പേര് പോലും മറക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഡോക്ടർ പറഞ്ഞു നിർത്തി. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് രാഹുലിന്റെ പഴയ മെഡിക്കൽ റിപ്പോർട്ടുകൾ എടുക്കാൻ ശ്രുതി വീട്ടിലെത്തി. അവന്റെ അലമാര തുറന്നു. തുണികൾക്കിടയിൽ മരുന്നുകൾ, അതിനിടയിൽ തവിട്ട് നിറമുള്ള ഒരു ഡയറി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ അത് തുറന്നു. ആദ്യത്തെ പേജിൽ സാധാരണ കാര്യങ്ങളായിരുന്നു. എന്നാൽ അവസാനത്തെ പേജുകളിലേക്ക് എത്തുമ്പോൾ കൈപ്പട മാറിയിരുന്നു. വിറച്ചാണ് അവൻ എഴുതിയിരുന്നത്. ജൂൺ 12-ാം തീയതി. ഇന്ന് ഓഫീസിലേക്കുള്ള വഴി ഞാൻ മറന്നുപോയി. 10 മിനിറ്റ് വണ്ടി റോഡിൽ നിർത്തിയിട്ടു. എനിക്കെന്താ സംഭവിക്കുന്നത്? ജൂലൈ 4-ാം തീയതി. ഡോക്ടർ വിധി പറഞ്ഞു. അൽഷിമേഴ്സ്. എൻ്റെ സമയം തീരുകയാണ്. ശ്രുതി, എൻ്റെ പാവം ശ്രുതി. ഞാനിത് എങ്ങനെ അവളോട് പറയും? ഓഗസ്റ്റ് 20-ാം തീയതി. അവൾ ചെറുപ്പമാണ്. നാളെ ഞാൻ അവളെ തിരിച്ചറിയാതെ മലമൂത്ര വിസർജനം പോലും നിയന്ത്രിക്കാനാവാതെ കിടക്കുമ്പോൾ അവൾ എൻ്റെ നേഴ്സായി ജീവിതം ഹോമിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അവൾക്ക് നല്ലൊരു ജീവിതം വേണം. എന്നില്ലാത്ത ജീവിതം. സെപ്റ്റംബർ 5-ാം തീയതി. ഇന്ന് ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു. അവൾ കരയുന്നത് കണ്ടപ്പോൾ നെഞ്ചു പൊട്ടി. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. അവൾ എന്നെ വെറുക്കണം. വെറുത്താലേ അവൾക്ക് എന്നെ ഉപേക്ഷിച്ചു പോകാൻ കഴിയും. അവളുടെ സങ്കടം കാണുന്നതിലും നല്ലത് അവളോട് ദേഷ്യം കാണുന്നതാണ്. ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശ്രുതി പൊട്ടിക്കരഞ്ഞു. വിഡ്ഢി, എന്നെ സ്നേഹിക്കാൻ വേണ്ടി എന്നെ വേദനിപ്പിക്കുകയായിരുന്നു ഏട്ടാ. ശ്രുതി ആശുപത്രിയിൽ തിരിച്ചെത്തുമ്പോൾ രാഹുലിന് ബോധം തെളിഞ്ഞിരുന്നു. അവൾ മുറിയിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോൾ അവൻ മുഖം തിരിച്ചു. നീ പോയില്ലേ? ഡിവോഴ്സ് പേപ്പർ വക്കീലിനെ ഏൽപ്പിക്കണ്ടേ? അവൻ ക്ഷീണിച്ച ശബ്ദത്തിൽ ചോദിച്ചു. ശ്രുതി ഒന്നും മിണ്ടാതെ നടന്നു ചെന്ന് അവന്റെ കട്ടിലിരുന്നു. അവന്റെ മെലിഞ്ഞ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. ഇനിയും അഭിനയിക്കണോ രാഹുലേട്ടാ? രാഹുൽ ഞെട്ടി അവളെ നോക്കി. ഞാൻ എല്ലാം അറിഞ്ഞു. ഡയറിയും വായിച്ചു. അവളുടെ ശബ്ദം ഇടറി. രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവന്റെ പ്രതിരോധം അതോടെ തകർന്നു. ശ്രുതി, നിന്റെ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ. എനിക്ക് പേടിയാടി. നാളെ നിന്നെ നോക്കി ഞാൻ ആരാ എന്ന് ചോദിക്കുന്ന അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. ശ്രുതി അവന്റെ ചുണ്ടിൽ വിരൽ വെച്ചു. ഏട്ടനെല്ലാം മറന്നാലും എനിക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ പറഞ്ഞത് സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാകും എന്നല്ലേ? ആ വാക്ക് ഞാൻ പാലിക്കും. പക്ഷേ ശ്രുതി, ഇതൊരു നരകമായിരിക്കും. ഏട്ടനില്ലാത്ത സ്വർഗത്തേക്കാൾ എനിക്കിഷ്ടം ഏട്ടനുള്ള ഈ നരകമാണ്. അവൾ അവനെ ഗാഢമായി പുണർന്നു. ഇരുവരുടെയും കണ്ണുനീർ ഒന്നായി ചേർന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഡിസ്ചാർജായി വീട്ടിലെത്തി. അവൻ പതിയെ നടന്ന് സോഫയിലിരുന്നു. ടീപ്പോയിൽ അപ്പോഴും ആ ഡിവോഴ്സ് പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു. അവൻ സങ്കടത്തോടെ അതിലേക്ക് നോക്കി. ശ്രുതി ആ പേപ്പർ എടുത്തു. അവന്റെ മുന്നിൽ വെച്ച് അത് കീറി കഷ്ണങ്ങളാക്കി വേസ്റ്റ് ബിന്നിലിട്ടു. ഇനി ഇതിന്റെ ആവശ്യമില്ല, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? രാഹുൽ അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് അവന്റെ കണ്ണുകളിൽ ഒരു ശൂന്യത പടർന്നു. അവൻ നെറ്റി ചുളിച്ചു. കുട്ടിയുടെ പേരെന്താ?
അവൻ ചോദിച്ചു. ഒരു നിമിഷം ശ്രുതിയുടെ ഉള്ളൊന്ന് കാളി. ഹൃദയം നിലച്ചു പോകുന്ന വേദന. രോഗം അതിൻ്റെ കളി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അവൾ തളർന്നില്ല, കരഞ്ഞില്ല. അവൾ അവൻ്റെ അടുത്തിരുന്ന് ആ കവിളിൽ തലോടി. ഞാൻ ശ്രുതി, ഏട്ടൻ്റെ ശ്രുതി, ഓർമ്മയുണ്ടോ? രാഹുൽ കുറച്ചുനേരം ആലോചിച്ചു. പിന്നെ മെല്ലെ തലയാട്ടി. ശ്രുതി, നല്ല പേര്. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. വരാനിരിക്കുന്ന ഇരുട്ടിനെ ഭയക്കാതെ ഓരോ നിമിഷവും ഉള്ളിൽ പകർത്താൻ തീരുമാനിച്ചുകൊണ്ട് അവൾ അവൻ്റെ തോളിൽ തല ചായ്ച്ചു. മറവിക്കപ്പുറം സ്നേഹം. ഈ ഒരു സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു പുതിയ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.